എന്നല്ല, ഹേ മാർക്കറ്റിലെ തൊഴിലാളികളെ ഒന്നിക്കൂ എന്നല്ല, ലോകത്തെ തൊഴിലാളികളെ നമുക്ക് ഒന്നിക്കാമെന്ന മുദ്രാവാക്യമാണ് 1886 അമേരിക്കയിലെ ചിക്കാഗോവിലെ ഹേ മാർക്കറ്റിൽ ഉയർന്നു വന്നത്. ആ സഭ 3 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു അജ്ഞാതൻ ബോംബെറിഞ്ഞത്. അതിന്റെ മറവിൽ മരണപ്പെട്ടു. പരസ്പരമുള്ള ആക്രമണത്തിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 4 തൊഴിലാളികളെയാണ് അന്ന് തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ഓർമ്മ പുതുക്കലാണ് പ്രിയപ്പെട്ട സഖാക്കളെ വൈദികമായിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ആഘോഷിക്കുന്നത്. ഇന്ന് പരസ്പരം മറ്റ് ഏത് ആഘോഷത്തെക്കാൾ വിലമതിച്ചുകൊണ്ട്, ഏത് ആഘോഷത്തെക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് തൊഴിലാളികൾ പരസ്പരം സന്തോഷിക്കേണ്ട ഒരു വേദിയാണ്, ഒരു മുഖമാണ്, ഒരു സമരമുഖമാണ്. പ്രിയപ്പെട്ടവരെ, ചിക്കാഗോയിൽ ഉയർന്നു വന്ന ശബ്ദം ഇന്നും നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഏറെ പ്രാധാന്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കൻ സാമ്രാജ്യത്വം ഇപ്പോൾ ഇതാ 3 മാസക്കാലമായി ഇന്ന് 100 ദിവസം പൂർത്തീകരിക്കുകയാണ്. ലോക പോലീസ് സംബന്ധിച്ചുകൊണ്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിപൈശാചികമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് മേലെ അധിക ചുങ്കം എന്ന നിലപാടെടുത്തുകൊണ്ട് അതിതീഷ്ണമായ രീതിയിൽ ലോകത്തെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവപ്പെടുത്തുന്ന വിധത്തിൽ ലോകരാജ്യങ്ങൾക്ക് ആകമാനം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന വിധത്തിൽ ട്രംപിന്റെ നിലപാട് ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഭരണങ്ങൾക്ക് സംഘടിക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, വ്യത്യസ്ത മതവിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, അത് വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. പക്ഷെ അവരെല്ലാം തൊഴിലാളികൾ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബിജെപിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് അതിനുവേണ്ടി തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഉന്നയിച്ചതുപോലെ അനവധി സമരങ്ങളിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത ഓരോ അവകാശങ്ങളും കവർന്നെടുക്കുന്നതിന് വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്, അടിച്ചേൽപ്പിക്കുകയാണ്. 44 ലേബർ കോഡുകൾ ഓരോന്നായി ഇല്ലാതാക്കി 4 കോഡുകളായി നിജപ്പെടുത്തി തൊഴിലാളികളുടെ മേലെ അങ്ങേയറ്റം തീഷ്ണമായ രീതിയിൽ നിയമങ്ങൾ കൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതിനെതിരെ വലിയ കൂട്ടായ്മ രാജ്യത്തിനകത്ത് ഉയർന്നു വരികയാണ്. രാജ്യത്തിനകത്ത് അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉയർന്നു വരുമ്പോൾ അതിനെ തടയിടേണ്ടത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള RSS തിട്ടൂരം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം വർഗീയപരമായ കാഴ്ചപ്പാടോടുകൂടി തൊഴിലാളികൾക്കിടയിൽ വർഗീയ വിഷം കുത്തിവെക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അങ്ങേയറ്റം വിഭജനം നടത്തിക്കൊണ്ട് തൊഴിലാളികളുടെ കൂട്ടായ്മ ഇല്ലാതാക്കി തൊഴിലാളികളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവർ ഒത്തൊരുമയോടുകൂടി നേരിട്ട് പ്രവർത്തനത്തിൽ പങ്കെടുത്താൽ ഈ ഭരണകൂടം വെച്ചൊഴിഞ്ഞു പോകേണ്ടി വരും നരേന്ദ്രമോദിക്ക് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് അവരുടെ ഇടയിൽ മതസ്പർദ്ധ അതുപോലെ തന്നെ വർഗീയത കുത്തിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടും ഇന്ത്യ രാജ്യത്തിനകത്തെ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ BMS സംഘടന ഒഴിച്ച് ബാക്കി എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വീണ്ടും ഈ 20-ാം തീയതി ദേശീയ പണിമുടക്കിലേക്ക് പോവുകയാണ്. രാജ്യത്തെ സകലമായ വിഭാഗവും ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശീയ പണിമുടക്കിലേക്ക് ഈ മെയ് 20-ാം തീയതി പോവുകയാണ്. BMS 2014 മുതൽ ദേശീയ പണിമുടക്കിൽ അണിനിരക്കുന്നില്ല. ഏതെങ്കിലും ഒരു മുദ്രാവാക്യം കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നാം UPA ഗവൺമെന്റും രണ്ടാം UPA ഗവൺമെന്റൊക്കെ ഭരിച്ച സമയത്ത് INTC ഉൾപ്പെടെ നമുക്ക് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. INTC ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമര പോരാട്ട മുഖത്ത് ഉറച്ചു നിന്നപ്പോൾ
2014 മുതൽ